ഈ കഥ നടക്കുന്നത് കൊച്ചി നഗരത്തിലെ ഒരു തുണിക്കടയിലാണ്. സാമ്പശനെ ഒന്ന് അനുകരിച്ച് നോക്കിയതാ കേട്ടോ. ഒരച്ഛനും മകനും ഈ തുണിക്കടയിലേക്ക് വന്നു. മകൻ തനിക്ക് ഇഷ്ടപ്പെട്ട വില കൂടിയ ബ്രാൻഡഡ് ഷർട്ടുകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് തിരഞ്ഞെടുത്തു. വൃദ്ധനായ അച്ഛൻ വില കുറഞ്ഞൊരു മുണ്ട് മാത്രമേ കയ്യിലെടുത്തുള്ളൂ. ബില്ലടയ്ക്കാൻ കൗണ്ടറിലെത്തിയപ്പോഴാണ് അച്ഛൻ പേഴ്സ് എടുക്കാൻ മറന്ന വിവരം തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെയായി, വിളറിപ്പോയി. ഇത് കണ്ട മകൻ കൗണ്ടറിലിരുന്ന ജീവനക്കാരനോട് ദേഷ്യത്തോടെ പറഞ്ഞു, വേഗം ബില്ലേ, ക്യാഷ് ഞാൻ തരാം, പണമില്ലാത്തവരെന്തിനാ കൂടെ വരുന്നേ? മോൻ്റെ വാക്കുകൾ കേട്ട വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപമാന ഭാരം മൂലം അദ്ദേഹം തല താഴ്ത്തി. കൗണ്ടറിലുണ്ടായിരുന്ന മാനേജർ ബാലൻസ് പൈസയ്ക്കൊപ്പം മനോഹരമായി പാക്ക് ചെയ്ത ഒരു പ്രീമിയം ഷർട്ട് കൂടി ആ അച്ഛൻ്റെ കൈകളിൽ വെച്ചു കൊടുത്തു. മകനത് ചോദ്യം ചെയ്തു, എന്തിനാ ഷർട്ടൊക്കെ? മാനേജർ ശാന്തമായി മറുപടി പറഞ്ഞു, ഇത് സ്ഥാപനത്തിൻ്റെ വകയല്ല, എൻ്റെ സ്വന്തം വകയാണ്, എൻ്റെ സ്വന്തം പൈസയാണ്. മോനെ, ഇന്ന് ഫാദേഴ്സ് ഡേയാ. സ്വന്തം അച്ഛനെ ബഹുമാനിക്കാൻ മറന്നുപോയൊരു മകൻ്റെ മുന്നിൽ ഒരച്ഛൻ വിഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെ ഈ നിലയിൽ എത്തിക്കാൻ സ്വന്തം ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ചവരായിരിക്കും എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ ശരിക്കും മാതാപിതാക്കളുടെ സംഭാവന നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് മാതാപിതാക്കളുടെ അത്രയും പ്രായമാകണം. അപ്പോഴേക്കും നേരം വൈകില്ലേ? അതുകൊണ്ട് അവരുടെ വിയർപ്പും ത്യാഗങ്ങളുമാണ് നമ്മെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് മനസ്സിലാക്കി അവർക്ക് അർഹമായ പരിഗണന എപ്പോഴും കൊടുക്കണം. കണക്ക് പറയരുത് അമ്മയോടും അച്ഛനോടും. പ്രായമാകുമ്പോൾ അവരെ തള്ളിക്കളയുകയോ തള്ളിപ്പറയുകയോ ഒരിക്കലും നാം ചെയ്യാൻ പാടില്ല. കാരണം അവരാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എല്ലാവർക്കും ഈ ഫാദേഴ്സ് ഡേ ആശംസകൾ നേരുന്നതിനോടൊപ്പം ഈ ഒരു നല്ല ചിന്ത എല്ലാ മക്കളും മനസ്സിൽ